നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. എക്സാലോജിക് CMRL ഇടപാട് പരിശോധിക്കാൻ കമ്പനി കാര്യ മന്ത്രാലയം 4 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. നടപടി മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെ. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ പ്രതികരിക്കാതെ CPM നേതാക്കൾ. അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന EP ജയരാജൻ. പല കേസുകളിലും CPM BJP ധാരണയെന്ന VD സതീശൻ. മുൻ കേസുകൾ പോലെയാകുമോ എന്ന് ഭയമെന്നും പ്രതിപക്ഷ നേതാവ്. CPM പ്രതികരിക്കണമെന്ന മാത്യു കുഴൽനാട്. KPCC പ്രസിഡന്റാകാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവുമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. K സുധാകരന് പരിചയക്കുറവുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് തിരികെ എത്തിക്കണം. കാസർഗോഡ് തിരിച്ചടിയുണ്ടാകുമെന്ന സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് തള്ളി ഉണ്ണിത്താൻ. വീണ്ടും കാസർഗോഡ് തന്നെ മത്സരിക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് യാത്ര തുടങ്ങും. പ്രാൺ പ്രതിഷ്ഠ യാഥാർത്ഥ്യമാകുന്നു. വർഷങ്ങളായുള്ള ശ്രീരാമ ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അയോധ്യ പൂർണ്ണ സജ്ജമാണ്. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി അയോധ്യ ഒരുങ്ങുന്നു. സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘം. കൊല്ലത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് തേവലക്കര കോയിവിള സ്വദേശികൾ. സലീം മണ്ണൽ കൊല്ലപ്പെട്ടത് തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ED നോട്ടീസ്. വ്യാഴാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. നോട്ടീസ് നൽകുന്നത് 4ാം തവണ. ഹാജരാകുന്നതിൽ അവ്യക്തത തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിനു പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. 3 അംഗ അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി, അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയായ CMRL, KSIDC എന്നിവരുടെ പ്രവർത്തനം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 മാസത്തിനകം ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 3 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത്. 3 കമ്പനികളുടെയും ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് CMRL നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് ഇത് സംബന്ധിയായ വാർത്തകൾ വന്നിരുന്നു. ചെയ്യാത്ത സേവനത്തിനാണ് തുക നൽകിയത് എന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നത്. ഈ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടായെങ്കിലും പക്ഷേ അത് ഈ വിവാദങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ മതിയായ ഒരു വിശദീകരണമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം വിവരങ്ങൾ തേടിയിരുന്നു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണ വിജയനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം UDFിൻ്റെ നേതാക്കൾ എന്നിവർക്കെല്ലാം ഉൾപ്പെടെ തന്നെ വിശദീകരണം നൽകാൻ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ആദായ നികുതി സെറ്റിൽമെൻറ്റ് വിഭാഗത്തിൽ നൽകിയ വിശദീകരണം, പിന്നീട് അവർ നൽകിയ ഉത്തരവ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന ഈ അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അപ്പോഴൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകാൻ കാര്യങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയോ വീണ വിജയനോ ഇക്കാര്യങ്ങളിൽ കാര്യമാത്ര പ്രതികരണങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. CPM നേതൃത്വമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോഴും വലിയ രീതിയിൽ ഈ പണം വാങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിശദീകരണത്തിലേക്ക് പോകുവാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും പുതിയ ഉത്തരവ് വീണ്ടും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്താകുമെന്ന് ഭയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന അന്വേഷണം പോലെയാകുമോ എന്ന് ഭയമുണ്ട്. ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, കരുവന്നൂർ കേസുകളിൽ ഒത്തുതീർപ്പുകൾ പലതും നടന്നു. തൃശൂർ പാർലമെന്റിൽ ജയിക്കാൻ വേണ്ടിയാണോ കരുവന്നൂരിലെ അന്വേഷണമെന്ന സംശയം. അതുതന്നെയാണോ മാസപ്പടി കേസിൽ നടക്കാൻ പോകുന്നതെന്നും ഭയമുണ്ട്. സംഘപരിവാറും കേരളത്തിലെ CPMും പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്നുണ്ടെന്നും സതീശൻ വിമർശിച്ചു. ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള
4 കേസിലും ഇവർ തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും, ലൈഫ് മിഷൻ കേസിലും, SNC ലാവ്ലിൻ കേസിലും, അതുപോലെ കരുവന്നൂർ ED കേസിലും. ഈ 4 കേസിലും കേരളത്തിലെ CPM നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. 5ാമത്തെ കേസിലും അത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുക. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഈ കേസ് അന്വേഷണമൊക്കെ തകൃതിയിലാവുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ CPM അഭിപ്രായം പറയണമെന്ന് മാത്യു കുഴൽനാടൻ. വിവാദം ഉയർന്നു വന്നപ്പോൾ പ്രതിരോധം തീർത്തത് CPM സെക്രട്ടേറിയറ്റ് ആയിരുന്നു. പകപോക്കലാണോ എന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കണം. KSIDCക്കെതിരായ ആരോപണം ഗുരുതരമാണെന്നും മന്ത്രി P രാജീവിന് ഉത്തരമുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ആദ്യമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ വിജയനും എക്സാലോജിക്കിനും ഡിഫൻസ് തീർത്തത്, പ്രതിരോധം തീർത്തത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ട് കാണും. ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ നടപടിയിലും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 2. നമ്പർ 3, സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി തട്ടിയെടുത്ത CMRL കമ്പനിക്കെതിരെ ഇതുവരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു? ഈ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ, ഈ കമ്പനിയുടെ ചെലവുകളും ലാഭവിഹിതവും ഒക്കെ ഫൈനലൈസ് ചെയ്യുമ്പോൾ 14% ഷെയറുള്ള KSIDCക്കും അതിൽ പങ്കാളിത്തമുണ്ട്. അപ്പോൾ കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പ് KSIDC കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അവർക്കും നോട്ടീസ് ലഭിച്ച നിലയ്ക്ക് ഈ ക്രമക്കേടുകൾക്കും അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടത്തിയിട്ടുള്ള അതിവ്യാപകമായ കോടികളുടെ തട്ടിപ്പിനും സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും കൂട്ടുനിന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ആ കാര്യത്തിലും വ്യവസായ മന്ത്രിയും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത ശേഷമാണ് കാര്യങ്ങൾ വേഗത്തിലായതെന്ന് ഷോൺ ജോർജ്. തന്റെ ഫോൺ വരെ ചോർത്തി. കേസ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു. For the detailed ഇത് ഇന്റർ സെക്രട്ടറിയുടെ ഓർഡറാണ്, അവരുടെ PCITയുടെ ഫൈൻഡിംഗ് അല്ല, ഓർഡറാണ്. For the detailed finding arrived by the department based on various sworn statements of the person connected with the affairs of the company, we hold that Exalogic have not provided any service as per the evidence gathered during the search. The department has demonstrated with clinching evidence the fact that the applicant has made payments through banking channels to the person connected with a prominent person thereby. Connected with a prominent person here. ഈ വീണ വിജയനും എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട prominent person ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേന്ദ്ര അന്വേഷണത്തെക്കുറിച്ച് പ്രതികരിക്കാതെ AK ബാലനും മന്ത്രി PA മുഹമ്മദ് റിയാസും. കേന്ദ്ര അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. കേന്ദ്ര ഏജൻസി KPCC പ്രസിഡന്റ് ആവാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവുമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ്. പാർട്ടി അധ്യക്ഷനാവാൻ യോഗ്യത മാത്രമല്ല ഭാഗ്യവും വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ നേതാവ് സ്വയം നേതാവാകുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പ്രസിഡന്റ്, ഇന്ന് കേരളത്തിൽ 68 ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം. ഏറ്റവും സീനിയറാണ് ഞാൻ. പക്ഷെ എന്നെ KPCC പ്രസിഡന്റ് ആക്കണം, ഞാനാണ് അതിന് യോഗ്യൻ, അതൊന്നും ഞാൻ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ്?
ഞാൻ 68 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു MP ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം, ഭാഗ്യം ഒരു ഘടകമാണ്. എവറി ഡോഗ് ഹാസ് എ ഡേ ആൻഡ് ദേ വിൽ കം. വി വിൽ ഹാവ് ടു വെയിറ്റ്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. KPCC പ്രസിഡന്റ് കെ സുധാകരന് പരിചയക്കുറവുണ്ടെന്ന കെ മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ്. നേതാവ് പടിപടിയായി ഉയർന്നു വരേണ്ടതാണ്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസിലെത്തിയ ആളാണ് സുധാകരനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവർക്കും ആ അടിത്തറ വേണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല, എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ ഘടകമാണ്. പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ്, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ വന്ന് യൂത്ത് കോൺഗ്രസ്സിൽ. അപ്പോൾ പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും. അനുഭവം ഗുരു തദൈവ എന്നാണ്. അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ്. അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവുണ്ടാകും, സ്വാഭാവികമാണ്. അത് ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. നമ്മളെന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി, സുധാകരൻ എന്ന എൻട്രി, മനസ്സിലായോ? അദ്ദേഹം 1986 കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഇന്ദിരാഗാന്ധി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് തന്നെ വീണ്ടും മത്സരിക്കും. മത്സരത്തിൽ നിന്ന് പിന്മാറരുതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഇടത് കോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും കാസർഗോഡ് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അവിടെ മത്സരിക്കണം. ആ മത്സരിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത്. കാസർഗോഡ് 2024 ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം. ജോസ് വിഭാഗം UDF വിടുന്നത് ഒഴിവാക്കണമായിരുന്നു. ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന ലീഗ് നേതാവ് PMA സലാമിന്റെ വിമർശനം അദ്ദേഹം തള്ളി. ഈ PMA സലാമിൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാണെന്ന് പറയില്ല. KM മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയത് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായിപ്പോയി. അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു, അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു. UDF സംവിധാനത്തിൽ KM മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് തിരിച്ചു വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസിൽ ആർക്കും അതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കലിലാണ്. നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നോ പറയുകയാണ് അവർ പ്ലാസ്റ്റിക്കിനോട്. അതും ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷനിലൂടെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വെല്ലുവിളി നമുക്കുണ്ട്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാം? മേളിൽ ടെറസിൽ പോയിട്ട് അവർ കത്തിക്കും. കടയിലൊക്കെ പോകാൻ നേരത്തെ എപ്പോഴും തുണിസഞ്ചാരിക്ക് യൂസ് ചെയ്യണം. ഞാനൊരു പോയിന്റ് പറഞ്ഞു, കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് വേറെ ആലോചിച്ച് വെക്കണം കേട്ടോ. കവർ വേണോ? പിന്നെ വേണം നമ്മൾ പറയും. അത് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഒക്കെ ആവും. അങ്ങനെ ചെറിയ രീതിയിലുള്ള അയൽ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പാഠം 4 ഇന്ന് രാത്രി 8:30. ഇല്ലാത്ത DGPയെ കേരളം കണ്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഗൂഢസംഘങ്ങളാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്. ക്ഷമയുടെ എല്ലാ പരിധിയും കഴിഞ്ഞെന്നും കണ്ണൂരിൽ പെൺകുട്ടികൾക്കടക്കം ക്രൂരമർദ്ദനമേറ്റെന്നും സതീശൻ പറഞ്ഞു.
സംസ്ഥാനത്തുടനീളം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് പോലും മർദ്ദനമേക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഈ മർദ്ദനങ്ങൾ സർക്കാരിനെ സുഖിപ്പിക്കാനും പോലീസ് സേവാന്മാരെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നീ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. അവരെ രക്ഷിക്കാൻ ഒരാളുണ്ടാകില്ല. ഇത് അതിക്രമമാണ്. ഇത് കേരളമാണ് എന്ന് മറക്കേണ്ട. ഇത് ഏകാധിപത്യ ഭരണം നടന്ന സ്റ്റാലിന്റെ റഷ്യയല്ല. ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഒരു ഗൂഢസംഘമാണ് ഈ പോലീസ് അതിക്രമങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ നട്ടലില്ലാത്തൊരു DGPയെ കേരളം കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു തീരുമാനമുണ്ടോ? കേരളത്തിൽ പോലീസ് കാണിക്കുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ഈ DGPക്ക് എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമോ? ഇത്രയും അതിക്രമം കാണിച്ച്. അതുകൊണ്ട് പോലീസും സർക്കാരും അതിക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെയും ബന്ധപ്പെട്ട ഏജൻസികളെയും സമീപിക്കും. പിന്നെ ഏത് തരത്തിലാണ് ഇത് കൂടിയാൽ ഇത് ഇനി ആവർത്തിക്കപ്പെട്ടാൽ ഇത് ഈ തരത്തിൽ മാത്രം കൈകാര്യം ചെയ്താൽ മതിയോ എന്നുകൂടി ഞങ്ങൾ ഗൗരവമായി ആലോചിക്കും. കുരുക്കളുടെ രാജസന്നിധിയിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവമാണ് കണ്ണൂരിലെ തെരുവിൽ നടന്നത്. ദുര്യോധനന്റെ രാജസന്നിധിയിൽ നടന്നതാണ് കണ്ണൂരിലെ തെരുവിൽ നടന്നത്. ഇത് ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. MDയുടെ വാക്കുകൾ മുന്നറിയിപ്പായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബംഗാളിൽ മഹാശ്വേത ദേവിയും ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്തുതിപാഠകരാണ് പാർട്ടിയിൽ ഇപ്പോഴുള്ളത്. CPM ജീർണതയുടെ പാതയിലാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുന്തമാണ്, കുറച്ചക്രമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും. ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? അതായത് CPM ചർച്ച ചെയ്യത്തില്ല. അവര് സ്തുതിപാഠക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPMന്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ജ്ഞാനപീഠ അവാർഡ് ജേതാവായ മഹാശ്വേതാദേവി, ബംഗാളിന്റെ മനസാക്ഷിയായ എഴുത്തുകാരി, ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്നും അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്മുടെ സംസ്കാരത്തിന്റെ ഔന്നത്യവുമായ MT വാസുദേവൻ നായർ മഹാശ്വേതാദേവിയെ പോലെ ഈ CPMന്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണട്ടെ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ സർക്കാർ. മുഖ്യമന്ത്രിയാണ് ചർച്ച നടത്തുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും ചർച്ച ചെയ്യും. ജനുവരി 15-നാണ് ചർച്ച. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും. പന്തളം രാജകുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ചടങ്ങുകൾ ക്രമീകരിച്ച് രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ശിരസിലേറ്റി കാൽനടയായി സന്നിധാനത്തെത്തിക്കുക. പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഇത്തവണ തിരുവാഭരണപ്പെട്ടികൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വയ്ക്കില്ല. രാജപ്രതിനിധി ഇല്ലാതെയാണ് ഇത്തവണത്തെ ഘോഷയാത്ര. ഘോഷയാത്രയ്ക്ക് മുമ്പുള്ള ചടങ്ങുകളുമില്ല. ശബരിമലയിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള ചടങ്ങുകൾക്ക് മാറ്റമുണ്ട്. ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതിനാൽ കൊട്ടാരത്തിന്റെ ഭാഗമായ പുത്തൻമേടയുടെ മുറ്റത്ത് 12:30 വരെ തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യവുമുണ്ട്. രാവിലെ 7 മണിക്കാണ് പേടകങ്ങൾ ദർശനത്തിനായി സജ്ജീകരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:45 പേടകങ്ങൾ ക്ഷേത്രമേശാന്തിയോട് നീരാഞ്ജനം ഒഴിഞ്ഞ് 1 മണിയോടുകൂടി ബന്ധിജനങ്ങൾ തിരുവാഭരണവാഹകർക്ക് കൈമാറുന്നതും അവരുടെ ശിരസിലേറ്റി തിരുവാഭരണം
കൊട്ടാരത്തിൽ നിന്നും യാത്ര തിരിക്കുന്നതാണ്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ മകരസംക്രമ നാളിൽ ഘോഷയാത്ര സന്നിധാനത്തെത്തും. രാജകുടുംബത്തിലെ അശുദ്ധി മാറുന്നതോടെ 18-ാം തീയതി കുടുംബാംഗങ്ങൾ സന്നിധാനത്തെത്തുകയും തുടർന്ന് മുഖ്യ ചടങ്ങുകളായ കളഭപൂജയിലും ഗുരുതിയിലും പങ്കെടുത്ത് 21-ന് നടയടച്ച ശേഷമായിരിക്കും പടിയിറങ്ങുക. ന്യൂസ് 18 പത്തനംതിട്ട. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മകരവിളക്ക് നാളിലെ ദീപാരാധനയോടനുബന്ധിച്ചാവും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. വൈകിട്ട് 5-ന് പ്രാസാദ ശുദ്ധിക്രിയകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. നാളെ രാവിലെ ഉഷപൂജ കഴിഞ്ഞ് 8 മണിയോടെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്ക് ദിവസമായ ജനുവരി 15-ന് പുലർച്ചെ 2 കഴിഞ്ഞ് നട തുറന്ന സംക്രമപൂജ ആരംഭിക്കും. സംക്രമ സമയമായ 2:46-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷാൽ നെയ്യഭിഷേകം നടക്കും. ഉച്ചയ്ക്ക് നടയടച്ചാൽ വൈകിട്ട് 5-നാണ് തുറക്കുക. എത്ര ഭംഗിയാക്കാൻ പറ്റും അതിനുവേണ്ടി അഹോരാത്രം എല്ലാ ജീവനക്കാരും മറ്റെല്ലാ ഇതിൻ്റെ സംഘാടകരെല്ലാവരും വളരെ കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ഇത് പറയാനൊന്നുമില്ല. ഈ എല്ലാ വർഷത്തെ പോലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30-യോടെ തിരുവാഭരണം ചാർത്തി വിശേഷാൽ ദീപാരാധന നടക്കും. ദീപാരാധനയോട് അനുബന്ധിച്ചാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുക. ഇപ്പോൾ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാളികപ്പുറത്തും അതിൻ്റേതായ ഒരുക്കങ്ങളും ഭക്തജനങ്ങൾ നല്ലോണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പൂജകളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷാൽ പൂജകളായിട്ടുള്ള ഇവിടുത്തെ ഗണപതി ഹോമം, ഭഗവത് സേവ, അത് വളരെ പ്രാധാന്യമായിട്ടുള്ള പൂജകളാണ്. അത് ഈ സമയത്ത് വളരെ വിശേഷമായിട്ട് നടത്തപ്പെടുന്നതാണ്. അതിൽ ഭക്തജനങ്ങളൊക്കെ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. അത് ഈ മകരവിളക്ക് സമയത്ത് കൂടുതൽ അത് വളരെ ആഘോഷമായിട്ട് നടത്തപ്പെടാറുള്ളതാണ്. 20-ാം തീയതി വരെ തീർത്ഥാടകർക്ക് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ടുതൊഴാം. ന്യൂസ് 18 സന്നിധാനം. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയുടെ വഴികളിലെല്ലാം രാമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നടന്നും സൈക്കിളിലും കിലോമീറ്ററുകൾ താണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഭക്തർ. 10 ദിവസം മുൻപ് പുറപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും യാത്ര. അയോധ്യയിലെത്തി തൊഴുത് 22-ന് മുൻപ് മടങ്ങും ഇവർ. कितना किलोमीटर तूने चल के आया है? हम करीबन अभी 1300 से 1350 किलोमीटर चल के आए हैं. बहुत लोग ऐसा आता है, बहुत स्टेट से. हाँ, और बहुत लोग आते हैं और ज्योत का दर्शन करते हैं और सभी ये रथ का भी स्वागत करते हैं. और हम भी कल अयोध्या पहुंच रहे हैं. हम पूरे देशवासियों को ये बोलना चाहते हैं कि 22 तारीख को जब रामलला मंदिर में विराजमान हो, सभी लोग अपने घर ज्योत जला के प्रभु श्री राम का स्वागत करें. ആശിഷ് വൈഷ്ണവും സഹോദരൻ രാജ് കത്തിയും 955 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. വരവ് ബീഹാറിലെ ചമ്പാറിൽ നിന്ന്. जो कि मेरी यात्रा 750 किलोमीटर की और मैं उसे पैदल तय करने की कोशिश कर रहा हूँ. और आज मुझे 27 दिन हो चुके हैं चलते चलते. और राम जी का जो मैनेजमेंट है और जो प्यार लोगों का हमें मिल रहा है, मेरी औकात बिल्कुल नहीं है. राम जी ने मुझे इस कार्य के लिए चुना, मेरा जीवन सफल हो गया. लेकिन ये है कि भगवान ने बुलाया है, बुलावा दिया है, तो उसने शक्ति भी दी है, तो हम वहाँ तक पहुँच जाएं. और हमारी एक मंजिल अब रह गई है 100 किलोमीटर की, बाकी हम चलाए हैं. इस मंजिल को भी आज रात तक पार कर लिया जाएगा. कल सुबह या कल शाम तक हम अयोध्या के दर्शन करेंगे. അങ്ങനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാമഭക്തരുടെ പ്രവാഹമാണ് അയോധ്യയിലേക്ക്. 22-ന് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ അതിനു മുൻപ് തന്നെ എത്തി മടങ്ങുകയാണ് നിരവധി പേർ. നിരവധി ഭക്തജനങ്ങളാണ്, നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത്. സൈക്കിളിലും കാൽനടയും മറ്റുമായി അയോധ്യ അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാവുകയാണ്. പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്.
ആത്മനിർഭരത്വദായി ശക്തി മന്ദിരം. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. अयोध्या जा रहे साइकिल से. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉയർന്നു വരുമ്പോൾ